ഭയങ്കര നിയോജക മണ്ഡലം TMCയുടെ കൺവെൻഷനാണ് ഇവിടെ ചേരാൻ പോകുന്നത്. ഭയങ്കര മണ്ഡലം കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭയങ്കര നിയോജക മണ്ഡലത്തിന്റെ പ്രവർത്തകർ 60-65 ദിവസമായിട്ടുള്ളൂ. ഇടതുപക്ഷ സർക്കാരിന്റെ നയ വ്യതിയാനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. തൃശ്ശൂര് പൂരം കലക്കി കൊടുത്തുകൊണ്ടാണ് BJPക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു MP-യെ ഇന്ത്യൻ പാർലമെന്റിലേക്ക്. ഇന്ത്യയിൽ BJPക്കും RSSനും പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ്. മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട്. ആ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളാണ്. നമ്മൾ കേട്ട ജില്ലയിൽ പറഞ്ഞാണ് മദ്രസയിൽ പോയിട്ടും ഒരു ഗുണമില്ല. മുസ്ലിങ്ങളാണ് മയക്കുമരുന്നിന്റെയും എല്ലാത്തിന്റെയും പിന്നിലും ജലീലും. എവിടേക്കാണ് ഈ ഇടതുപക്ഷം പോകുന്നത്? പൗരത്വ ഭേദഗതി ഇപ്പൊ പൗരത്വം നാളെ നടപ്പിലാക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശൈലജ ടീച്ചർ വക തലശ്ശേരിയിൽ നൈറ്റ് മാർച്ച്, ഇവിടുന്ന് പല സ്ഥലങ്ങളിലും നൈറ്റ് മാർച്ച്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ വിലയിരുത്തി ജനവിരുദ്ധമായ ഈ ഗവൺമെന്റിനെതിരായി ഒരു വിധിയെഴുതി. ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമായി മത്സരം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വിചാരിച്ച രീതിയിൽ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിയില്ല എന്ന് മനസ്സിലാക്കിയ ഇടതുപക്ഷം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത നിലപാട്. ഞാൻ അതിന്റെ ആകെ വിശദാംശങ്ങളിലേക്ക് പോകും. ഈ കഴിഞ്ഞ നമ്മുടെ നേതാവ് ശ്രീ PV അൻവർ ഈ നാട്ടിലെ ജനങ്ങളോട് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാന ഇഷ്യൂ ആണ് ഇത് എന്നുള്ളതാണ് ഞാൻ ഓർത്തുന്നത്. ഇപ്പൊ ഞാന് CPIMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. CPIMന്റെ ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 10-12 മെമ്പർമാരുണ്ടാവും. അതിൽ സ്ഥിരമായി പ്രവർത്തിക്കാൻ കിട്ടുന്ന 4-5 ആളെ. ബാക്കി 10 ആളുണ്ടെങ്കിൽ 7 ആള് 6 ആള് ഡെഡ് 3 ആളാണ്. പിന്നെ ആ ഡെഡ് ആളുകൾ ലൈവായാലും വലിയ സമ്മേളനമോ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ അപ്പൊ അന്നുണ്ടാവും, തെരഞ്ഞെടുപ്പിനുണ്ടാവും, അത്രയും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വാർഡിൽ 3 ആളോ ഒരു 10 ആളോ വെച്ചിട്ട് ഒരു കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കണം. അത് മതി. ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു ടാർഗറ്റ്. BJPയുടെ ടാർഗറ്റ് എന്താ? 2026 വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരണം. അതെന്തിനാ? BJP ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ആ കോൺഗ്രസ് മുക്ത ഭാരതം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇടതുപക്ഷം ഒന്നുകൂടി കേരളത്തിൽ അധികാരിക്കും. അപ്പൊ 3-ാം ടേം ഇടതുപക്ഷം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് കൂടുതൽ ദുർബലപ്പെടും. ഇനി അധികാര സാധ്യതയില്ല എന്ന് മനസ്സിലാക്കുന്ന അതിലെ ഒരുപറ്റം ആളുകൾ നോർത്ത് ഇന്ത്യയിലെ പോലെ BJPയിലേക്ക് ചേരും. 2026 ഒരു ഇടതുപക്ഷ ഭരണവും 2031 കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി BJP എത്തുക എന്നുള്ളതാണ് 2031 ടാർഗറ്റ്. 2036 BJP കേരളം പിടിക്കാൻ. അപ്പൊ ഈ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ കേരളം ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ശക്തമായ തുരുത്താണ്. ആ തുരുത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ജനങ്ങളോട് പറയാം. ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുമ്പോൾ 2021 ജനങ്ങളുടെ മുമ്പാകെ വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞെന്താ? ആശാ വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ ഇങ്ങനെയുള്ള ആളുകൾക്ക് 700 രൂപ മിനിമം വേതനം കൊണ്ടുവരും. ആ 21,000 രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും CIPയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സമരത്തിലാണ്. അവരവിടെ ആവശ്യപ്പെടുന്നത് 26,000 രൂപയാണ്. CIPന് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ 21,000 രൂപ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു മഹാ അപരാധമായി മാറും. അപ്പോ സമസ്ത മേഖലകളിലും ഈ രാജ്യത്തെ ജനങ്ങളെ വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റാണുള്ളത്. ഈ ഗവൺമെന്റിനെതിരായി വലിയ രൂപത്തിൽ ഇപ്പൊ നമുക്ക് ലഹരിയുടെ കാര്യം പറയാം. ഒന്ന് ആലോചിച്ചു. ഈ പിണറായി വിജയൻ ഗവൺമെന്റ് എത്ര വർഷം കേരളം ഭരിച്ചു കഴിഞ്ഞപ്പോൾ കേരളം ലഹരിയുടെ സിന്തറ്റിക് ലഹരിയുടെ ഒരു ഹബ്ബായി മാറി. മുമ്പൊക്കെ ഈ ബാംഗ്ലൂരിൽ അതേപോലെ തന്നെ അങ്ങനത്തെ പ്രധാന സിറ്റികളിൽ മാത്രം ഉണ്ടായിരുന്ന ഈ സിന്തറ്റിക് ലഹരി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ശരിക്ക്
വെടിമുറുക്കി. കേരളത്തിന്റെ ഗ്രാമീണ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പണ്ട് നമ്മൾ കണക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളവര് അല്ലെ നമുക്ക് തന്നെ അറിയില്ലേ. ആ രീതിയിലേക്ക് കേരളം മാറി. ഇപ്പൊ എന്താ ഈ കഴിഞ്ഞ 8.5 വർഷക്കാലം ഇവിടുത്തെ എക്സൈസ് വകുപ്പ് എന്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്താ പണി? ഈ കഴിഞ്ഞ നാളുകളിൽ ഷഹബാസ് കൊല്ലപ്പെടുന്നു താമരശ്ശേരിയിൽ. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിൽ 5 പേര് കൊല്ലപ്പെടുന്നു. അതിന് തൊട്ടു മുമ്പ് ഒരു മാതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ഇന്നലെ താമരശ്ശേരി തന്നെ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുന്നു. നമ്മുടെ നേതാവ് അവിടെ പോയി സന്ദർശിച്ച കണ്ടിട്ടുണ്ടാവും. ആ രൂപത്തിൽ കേരളത്തിൽ ലഹരിയും അതിന്റെ ഭാഗമായിട്ടുള്ള വയലൻസും വർദ്ധിച്ചു വന്നു. കേരളത്തിന്റെ ക്രമസമാധാന നില ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഈ കേരളത്തിന്റെ ക്രമസമാധാന നില സംരക്ഷിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് എന്ന് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ്. ഇപ്പോ എന്തെങ്കിലും വിഷയമുണ്ടായി ആളുകൾ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോ ഓപ്പറേഷൻ യോധ എന്നൊരു പേരിട്ടുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ഈ ഗവൺമെന്റ് തുടങ്ങുന്നത്. നമ്മൾ ചോദിക്കുന്നത് കഴിഞ്ഞ 8.5 വർഷക്കാലം ഈ ലഹരിക്കെതിരായി പോരാടാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും എന്താണ് പഠിച്ചതെന്നുള്ളതാണ്. ഈ നാടിനെ ആകെ തകർക്കുന്ന ഈ ഒരു സാമൂഹിക ക്യാൻസർ ആയിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ അതിന്റെ പ്രാരംഭഘട്ടം എന്നുള്ള രൂപത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും കലക്ടറേറ്റുകൾക്ക് മുമ്പാകെ ധർണാ സമരം സംഘടിപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പരിപാടി സംഘടിപ്പിച്ചു. ഇനിയിപ്പോ മുഖ്യമന്ത്രി വരാൻ പോവാണ്. കേരളം ആകെ പൊട്ടിച്ചോറാക്കിയതിനു ശേഷം ഇനി ഒരാഴ്ച ഓരോ ആഴ്ചയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കോവിഡ് കാലത്തെ പോലെ വരാനുണ്ട്. ലഹരി ഇത്ര കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ഇത്ര FIR എടുത്തു, ഇത്ര പ്രതികളെ പിടിച്ചു, ഇന്ന മുൻകരുതലെടുത്തു. ഇങ്ങനെ പതിയെ പമ്മി എല്ലാം ഇങ്ങനെ പറയും. ആൾക്കാരെ ഇങ്ങനെ കാത്തിരിക്കും. എന്നിട്ട് വീണ്ടും ഈ ജനങ്ങളെ കുപ്പിയിലാക്കാനുള്ള പരിപാടിയിലേക്ക് പോകും. ഒരു പഞ്ചായത്ത് കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി ഒരു ചെറിയ ഓഫീസൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് ആളുകൾ പ്രവർത്തിക്കും, കുറച്ച് ചെറുപ്പക്കാർക്ക് നമ്മൾ 6 മാസം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആ പ്രദേശത്തെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നല്ല ചെറുപ്പക്കാരന്, നല്ല കുടുംബ വോട്ടുകളുള്ള നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുമ്പോൾ ആളുകൾക്ക് പണ്ടത്തെ പോലെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നുമില്ല. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ വോട്ട് ചെയ്യും. നമുക്ക് എത്ര പാനലോട്ടുണ്ടെങ്കിലും ജയിക്കുന്നുമില്ല. അങ്ങനെ എത്രയോ ചരിത്രങ്ങളുണ്ട്, നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ഇന്നുണ്ടാക്കുന്ന മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്ത് ടാർഗറ്റ് ചെയ്ത പഞ്ചായത്ത് കമ്മിറ്റി ഉണ്ടാകും. കേട്ടിട്ടുണ്ടാവും. ആസാദ്, മൊയ്തീൻകുട്ടി ഇവരെ കൂട്ടത്തിലൊക്കെ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ട് ചെറുപ്പം വഹിച്ച് നടന്ന ആളാണ്. അന്ന് നമ്മുടെ നാട്ടിൽ ആളില്ല കോൺഗ്രസ്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വ്യാപിച്ചു വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ കുറച്ച് ആളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ ആളുടെ ഒരു മോശമല്ല. അതാണ് ഉഷര്. നമ്മളെ നേതാവിന്റെ ഉഷര് നിങ്ങളിലും കാണും. നിങ്ങൾക്ക് ചെറുപ്പക്കാരാവും. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രവർത്തകരെ വേങ്ങര നിയോജക മണ്ഡലം സമിതി സംഗമത്തിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത്. നമ്മുടെ പാർട്ടി ഈ ജില്ലക്കകത്ത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജില്ലാ കമ്മിറ്റി ഫോം ചെയ്തിട്ടില്ല. നമ്മുടെ ഈ മണ്ഡലം കമ്മിറ്റി ഏകദേശം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാ ഭാഗത്തു നിന്നും ആളുകളെ എടുത്തുകൊണ്ട് നമുക്ക് ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട്. ആ ജില്ലാ കമ്മിറ്റി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് വന്നാൽ എന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാം. പഞ്ചായത്ത് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ നിലവിൽ വന്നതിന് ശേഷം അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റി കൂടി നിങ്ങൾ എത്രയും പെട്ടെന്ന് രൂപീകരിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നിങ്ങളിവിടെ ഉള്ള ആളുകളെ വെച്ച് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിയോജക മണ്ഡലം പ്രതിനിധി സംഗമം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.